കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത ടോപ്പിക്കാണ് കരിയർ പ്ലാനിങ്ങും കരിയർ ഡെവലപ്മെൻറ്റും. സോ ആ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്താണ് കരിയർ? കരിയർ, according to Edwin B. Flippo, a career is a sequence of separate but related work activities that provides continuity, order and meaning in a person's life. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ ചെയ്യുന്ന പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള എന്നാൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള സീക്വൻസ് ഓഫ് ജോബ്സ്, സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ്, അതിനെയാണ് കരിയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഏതൊരു ഇൻഡിവിജ്വലിൻ്റെ ലൈഫിൽ ഒരു കരിയർ ഉണ്ടായിരിക്കും. ഓക്കെ, അതിനെയാണ് സിമ്പിളായിട്ട് കരിയർ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ എന്താണ് കരിയർ പ്ലാനിങ്, അതുപോലെ എന്താണ് കരിയർ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, കരിയർ പ്ലാനിങ്. സോ കരിയർ പ്ലാനിങ് refers to the planning done by a person in terms of making a career choice, advancing in that career and making a shift from the present career. ഓക്കെ, സോ കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു പ്ലാനിങ് പോലെ, പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ കരിയർ ചൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്, അതായത് കരിയർ ചോയ്സ് നടത്തുന്ന സമയത്ത് ചെയ്യുന്ന ഡിസിഷൻ മേക്കിങ്ങിനെയാണ് കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത്. അതുപോലെ ഓൾറെഡി ഒരാൾ കരിയർ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കരിയറിൽ എങ്ങനെ അഡ്വാൻസ്മെൻറ്റ് നടത്താം, അതായത് എന്തൊക്കെ ഇംപ്രൊവൈസേഷൻസ് നടത്താം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പ്ലാനിങ് അതും അതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മേക്കിംഗ് എ ഷിഫ്റ്റ് ഫ്രം ദി പ്രസൻറ്റ് കരിയർ. ഇപ്പോൾ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കരിയറിൽ നിന്നും ഒരു ഹയർ പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയൊക്കെയാണ് അതിനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയുള്ള പ്ലാനിങ്ങിനെയാണ് കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, so simply it refers to making a career choice, similarly making an advancement in that career and also making a shift from the present career. It needs one's own SWOT analysis before making a career plan. ഒരു കരിയർ പ്ലാൻ നടത്തുന്നതിന് മുന്നേ ഏതൊരു ഇൻഡിവിജ്വലിനും വേണ്ടി വരുന്ന ഒരു കാര്യമാണ് SWOT അനാലിസിസ്. SWOT അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെങ്ത്, വീക്ക്നെസ്സസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെട്ട്. നമുക്കറിയാം ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ടായിരിക്കും, വീക്ക്നെസ് ഉണ്ടായിരിക്കും. അതുപോലെ ആ വ്യക്തിക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ആ ഓപ്പർച്യൂണിറ്റീസിലേക്ക് എത്തുന്നതിന് അവർ തടയുന്ന കുറേ ത്രെട്ടുകളുണ്ടായിരിക്കും. സോ ഒരു ഇൻഡിവിജ്വലിനെ ചുറ്റിയുള്ള എല്ലാ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസും ത്രെട്ടും ഒക്കെ മനസ്സിലാക്കണം ആ ഇൻഡിവിജ്വൽ ഒരു കരിയർ പ്ലാൻ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ. ഓക്കെ, സോ അതാണ് സിമ്പിൾ ലാംഗ്വേജിൽ കരിയർ പ്ലാനിങ്ങിന് പറയുകയാണെങ്കിൽ. ഇനി ഓർഗനൈസേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ഹെൽപ്പിംഗ് ദ എംപ്ലോയീസ് to plan their career in terms of their capabilities within the context of organizational needs. കരിയർ പ്ലാനിങ് ഓർഗനൈസേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആ എംപ്ലോയി ഓർഗനൈസേഷനിൽ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എംപ്ലോയിയുടെ കരിയറിൽ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അഡ്വാൻസ്മെൻറ്റ് ചെയ്യാനും, ഓൾറെഡി ആ എംപ്ലോയി ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്തു, ഇനി ആ എംപ്ലോയിയുടെ ജോബിൽ അഡ്വാൻസ്മെൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ആ എംപ്ലോയിയെ ഷിഫ്റ്റ് ചെയ്യാനും പുതിയൊരു അല്ലെങ്കിൽ ഹയർ പോസ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിൽ എംപ്ലോയിയെ ഹെൽപ്പ് ചെയ്യുന്ന, അപ്പോൾ ആ ഹെൽപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ക്യാപ്പബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ഓർഗനൈസേഷൻ്റെ നീഡ്സ് എന്തൊക്കെയാണ്, ഈ രണ്ട് കാര്യങ്ങളും കൂടെ മാച്ച് ചെയ്തുകൊണ്ടാണ് ഓർഗനൈസേഷൻ എപ്പോഴും കരിയർ പ്ലാനിങ് ചെയ്തു കൊടുക്കുക. ഓക്കെ, അപ്പോൾ കരിയർ പ്ലാനിങ് ചെയ്യുന്നതിന് ഒരു എംപ്ലോയിയുടെ കരിയറിൽ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. Okay, so from the organizational viewpoint, it means helping the employees to plan their career in terms of their capabilities within the context of organizational needs.
സോ എന്തൊക്കെയാണ് കരിയർ പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സസിനെ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു പ്രോസസ്സ് മാത്രമാണ് കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത്. അതുപോലെ ഇറ്റ് ഈസ് നോട്ട് എൻ എൻഡ്, ഒരു അവസാനമല്ല, ബട്ട് എ മീൻസ് ഓഫ് മാനേജിങ് പീപ്പിൾ ടു ഒബ്റ്റെയിൻ ഒപ്റ്റിമം റിസൾട്ട്. ഓക്കെ, ഒപ്റ്റിമം റിസൾട്ട് അറ്റൈൻ ചെയ്യാനുള്ള ഒരു വഴി മാത്രമാണ് ഈ കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഇതിനൊരു അവസാനമില്ല, ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ എംപ്ലോയിക്കും എപ്പോഴും ആ എംപ്ലോയിയുടെ കരിയറിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. എത്ര ഏജ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് സാഹചര്യത്തിനനുസരിച്ച് അവരുടെ കരിയറിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. Then the basic objective is to integrate the organizational needs and individual needs. ഒരു ഓർഗനൈസേഷൻ കരിയർ പ്ലാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ എംപ്ലോയിയെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓർഗനൈസേഷൻ്റെ നീഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഓർഗനൈസേഷൻ്റെ നീഡും ഇൻഡിവിജ്വൽ നീഡിനെയും തമ്മിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട് കരിയർ പ്ലാനിങ്ങിൽ. ഒരു എംപ്ലോയിയുടെ ഒബ്ജക്റ്റീവ് എന്താണ്, അയാളുടെ ആവശ്യം എന്താണ്, അതും ഓർഗനൈസേഷൻ്റെ ആവശ്യങ്ങളും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം, ഇൻറ്റഗ്രേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ബ്രോഡ് കോൺസെപ്റ്റാണ്. ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ഒരു എലമെൻറ്റ് മാത്രമാണ് കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് പ്രോഗ്രസീവ്. അതിൻ്റെ വേറൊരു ഫീച്ചറാണ് ഇറ്റ് ഈസ് പ്രോഗ്രസീവ്. കാരണം എപ്പോഴും ഹയർ ലെവലിലേക്കാണ് അതിൻ്റെ ചേഞ്ച് ഉണ്ടാകുന്നത്. പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫീച്ചർ മ്യൂച്വൽ ബെനിഫിറ്റ്സ്. മ്യൂച്വൽ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ കരിയർ പ്ലാനിങ്ങിൽ എംപ്ലോയിക്കും ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്, അതേപോലെ തന്നെ ഓർഗനൈസേഷനും ബെനിഫിറ്റ് ഉണ്ടാവണം. അതുകൊണ്ടാണ് പറയുന്നത് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ നീഡ്സും ഇൻഡിവിജ്വൽ നീഡ്സും തമ്മിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നുണ്ട്. സോ ആ ഇൻറ്റഗ്രേഷൻ നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? രണ്ട് പേരുടെയും ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മ്യൂച്വൽ പ്ലാനിങ്, രണ്ട് പേരും പ്ലാൻ ചെയ്യുന്നുണ്ട്. എംപ്ലോയിയും പ്ലാൻ ചെയ്യുന്നുണ്ട്, അതേ സമയം തന്നെ ഓർഗനൈസേഷനും പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഓരോ എംപ്ലോയിയുടെ കരിയറിൽ ഡെവലപ്മെൻറ്റ് വരുത്താൻ വേണ്ടിയിട്ട്. ദെൻ ഇറ്റ് ഈസ് ഡൈനാമിക്. ഡൈനാമിക് എന്ന് പറയാൻ കാരണം എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച്, സാഹചര്യങ്ങളുടെ ചേഞ്ചിനനുസരിച്ചിട്ടൊക്കെ ഈ കരിയറിൽ ചേഞ്ചസ്, കരിയർ പ്ലാനിങ്ങിലും ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. സോ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻ അല്ല, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി അല്ല കരിയർ പ്ലാനിങ്. ഇറ്റ് ഈസ് മോസ്റ്റ് ഡൈനാമിക് ഫംഗ്ഷൻ. ഓക്കെ, ഇതൊക്കെയാണ് കരിയർ പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ്. ദെൻ നെക്സ്റ്റ് വൺ, ഒബ്ജക്റ്റീവ്സ് ഓഫ് കരിയർ പ്ലാനിങ്. സോ കരിയർ പ്ലാനിങ്ങിൻ്റെ ലക്ഷ്യം എന്താണ്? സോ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കരിയർ പ്ലാനിങ്ങിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണ്? ഓർഗനൈസേഷണൽ പോയിൻ്റ് ഓഫ് വ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റത്തെ പോയിന്റ് പറയുന്നത് ടു അട്രാക്ട് ആൻഡ് റീറ്റെയിൻ മാൻ പവർ റിസോഴ്സസ് ഇൻ ദി ഓർഗനൈസേഷൻ ബൈ ഓഫറിംഗ് ആൻ അട്രാക്റ്റീവ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. അതായത് മാൻ പവർ റിസോഴ്സസിനെ, അതായത് എംപ്ലോയീസിനെ അട്രാക്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ ആ എംപ്ലോയീസിനെ ഓർഗനൈസേഷനിൽ നിലനിർത്തി കൊണ്ടുപോകാനും ഈ കരിയർ പ്ലാനിങ് വളരെയധികം സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ്? നല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ, അതായത് ഒരു എംപ്ലോയിയുടെ കരിയറിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധ്യതകളും എല്ലാ ഓപ്പർച്യൂണിറ്റീസും ആ ഒരു ഫേം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും പുതിയ എംപ്ലോയീസ് ഓർഗനൈസേഷനിലേക്ക് വരാൻ താല്പര്യപ്പെടും. അതേപോലെ തന്നെ വന്ന എംപ്ലോയീസും ഓർഗനൈസേഷൻ ഒരിക്കലും വിട്ടുപോവില്ല, ഓർഗനൈസേഷനിൽ റീറ്റെയിൻ ചെയ്യും. സോ അങ്ങനെ എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആ ഫേമിൽ നല്ലൊരു കരിയർ പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ടു പ്രൊവൈഡ് എൻ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ദ എംപ്ലോയി ഫീൽ പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് അച്ചീവിങ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. സോ ഓർഗനൈസേഷനിൽ ആ ഫേമിൽ കരിയർ പ്ലാനിങ് ഉണ്ടെങ്കിൽ ആ കരിയർ പ്ലാനിങ് ഉള്ള ഒരു ഫേം സെലക്ട് ചെയ്യാനും ആ ഫേമിൽ വർക്ക് ചെയ്യാനും എംപ്ലോയി എപ്പോഴും അഭിമാനം കൊള്ളും. അതായത് എംപ്ലോയിക്ക് എപ്പോഴും ഒരു താല്പര്യം ഉണ്ടായിരിക്കും ആ ഒരു എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാക്കാൻ എന്ത് വേണം? അവിടെ കരിയർ പ്ലാനിങ് വേണം. അതുപോലെ തന്നെ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ ഓർഗനൈസേഷൻ ഇൻ ഡിസൈഡിങ് ട്രാൻസ്ഫർ, പ്രൊമോഷൻ, സാലറി അഡ്മിനിസ്ട്രേഷൻ പോളിസീസ് എക്സെട്ര. ഓക്കെ, the next one, it helps the employee to achieve his personal motives and goals. എംപ്ലോയീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ സ്വന്തം പേഴ്സണൽ മോട്ടീവ്സും അതേപോലെ തന്നെ പേഴ്സണൽ ഗോൾസും ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടു റീറ്റെയിൻ ദ എംപ്ലോയീസ് ആൻഡ് റെഡ്യൂസ് ആബ്സെൻറ്റിസം ആൻഡ് ലേബർ ടേൺ ഓവർ.
ആബ്സെൻറ്റിസം നമുക്കറിയാം, ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു എംപ്ലോയി ഓർഗനൈസേഷൻ ലീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ആബ്സെൻറ്റിസം എന്ന് പറയുന്നത്. അതേപോലെ ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ നിന്നും എംപ്ലോയി ആ ഓർഗനൈസേഷൻ വിട്ട് വേറൊരു ഫേമിലേക്ക് പോവുക. അപ്പോൾ തുടർച്ചയായിട്ടുള്ള ലേബർ ടേൺ ഓവർ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് നെഗറ്റീവായിട്ടാണ് വരിക. സോ ലേബർ ടേൺ ഓവറിനെ കുറിച്ച് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ടേൺ ഓവർ റേറ്റ് കുറയ്ക്കുക എന്നുള്ളത് എപ്പോഴും ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, സോ ഇത് രണ്ടും കുറയ്ക്കാൻ, ആബ്സെൻറ്റിസവും ലേബർ ടേൺ ഓവറും കുറയ്ക്കുവാൻ ഈ കരിയർ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ ഇൻ സക്സഷൻ പ്ലാനിങ് പ്രോസസ്സ്. എന്താണ് സക്സഷൻ പ്ലാനിങ് എന്ന് പറയുന്നത്? ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയിക്ക് ഡെത്ത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ആ ഒരു ഡ്യൂട്ടി ചെയ്യുന്ന എംപ്ലോയി ഇനി അടുത്ത ദിവസം മുതൽ ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്യൂട്ടി ചെയ്യുവാൻ അവിടെയുള്ള എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനുള്ള കാപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. സോ ആ ഒരു കാപ്പബിലിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ ഓർഗനൈസേഷനിൽ ഒരു കരിയർ പ്ലാനിങ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സുഗമമായിട്ട് നടത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ സഡൻ ആയിട്ടുണ്ടാകുന്ന എന്തെങ്കിലും ഒരു ചേഞ്ച് അതിന് ഫേസ് ചെയ്യാൻ, അതിന് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷന് സാധിക്കും. സോ സക്സഷൻ പ്ലാനിങ് പ്രോസസ്സിൽ ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യാൻ കരിയർ പ്ലാനിങ് സഹായിക്കുന്നുണ്ട്. ദ നെക്സ്റ്റ്, ടു ഫെസിലിറ്റേറ്റ് ഹയർ പ്രൊഡക്ടിവിറ്റി ആൻഡ് എംപ്ലോയി പെർഫോമൻസ്. ഇതിൻ്റെ എല്ലാം അനന്തരഫലമായിട്ട് വരുന്നത് എംപ്ലോയിയുടെ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു, അതേപോലെ തന്നെ എംപ്ലോയിയുടെ പെർഫോമൻസും ഇംപ്രൂവ് ചെയ്യുന്നു. സോ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കരിയർ പ്ലാനിങ്. നെക്സ്റ്റ്, മെത്തേഡ്സ് ഓഫ് കരിയർ പ്ലാനിങ്. എങ്ങനെയൊക്കെയാണ് നമുക്ക് കരിയർ പ്ലാനിങ് ചെയ്യാൻ പറ്റുക? സോ കരിയർ പ്ലാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സോ കരിയർ പ്ലാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ എങ്ങനെയൊക്കെയാണ് ഓർഗനൈസേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുക? എംപ്ലോയീസിന് എക്സ്പേർട്സുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കും. ഓക്കെ, ഡിസ്കഷൻ വിത്ത് എക്സ്പേർട്സ് എന്ന് പറയുന്നത് കരിയർ പ്ലാനിങ്ങിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ്. ഓക്കെ, അതായത് എംപ്ലോയീസിന് അവരുടെ സൂപ്പർവൈസേഴ്സിനെ കൺസൾട്ട് ചെയ്യാം. അതേപോലെ തന്നെ വേറെ നല്ല അറിവുള്ള എംപ്ലോയേഴ്സ് ഉണ്ടായിരിക്കും. ആ എംപ്ലോയേഴ്സിനെ കോൺടാക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കൺസൾട്ടൻസോ സൈക്കോളജിസ്റ്റോ ഒക്കെ ഉണ്ടായിരിക്കും. സോ അവരെയൊക്കെ അപ്രോച്ച് ചെയ്താൽ അവർക്ക് അവരുടെ കരിയർ പ്ലാനിങ്ങിന് ഒരു പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കിട്ടും. സോ ഡിസ്കഷൻ വിത്ത് എക്സ്പേർട്സ് എന്നുള്ളത് ഒരു മെത്തേഡാണ്. ദെൻ നെക്സ്റ്റ്, പ്ലാൻ ചെയ്യാനുള്ളൊരു കരിയർ പ്ലാനിങ്ങിനുള്ള വേറൊരു മെത്തേഡാണ് കരിയർ പ്ലാനിങ് മെറ്റീരിയൽസ്. കരിയർ പ്ലാനിങ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ചില ഓർഗനൈസേഷൻസ് എംപ്ലോയീസിന് കരിയർ പ്ലാനിങ്ങിന് ആവശ്യമായിട്ടുള്ള സ്പെസിഫിക് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എന്താണ് ഈ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്? അതിനൊരു എക്സാമ്പിളാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. സോ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്, ആ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ആ ജോബിൻ്റെ കംപ്ലീറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, കംപ്ലീറ്റ് ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. സോ ആ ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എംപ്ലോയിക്ക് എന്തൊക്കെ ക്യാപ്പബിലിറ്റിയാണ് വേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ അറിവുകൾ ആവശ്യമുണ്ട്, എന്തൊക്കെ അഡ്വാൻസ്ഡ് നോളജ് ആവശ്യമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ ഇവർക്ക് കൊടുക്കുന്നത് വഴി അതിലുള്ള ഇൻഫോർമേഷൻ എംപ്ലോയീസിനെ പാസ് ചെയ്യുന്നതിലൂടെ എംപ്ലോയീസിന് അത് ആവശ്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. എന്തിനു വേണ്ടിയിട്ട്? കരിയർ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എങ്ങനെയൊക്കെയാണ് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എന്തൊക്കെ കോഴ്സുകളാണ് അവർ പുതുതായിട്ട് പഠിക്കേണ്ടത്, എന്തൊക്കെ നോളജാണ് അവർ അക്വയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അതൊരു എക്സാമ്പിളാണ് കരിയർ പ്ലാനിങ് മെറ്റീരിയൽസിനുള്ള. സോ കരിയർ പ്ലാനിങ് മെറ്റീരിയൽസ് ഇത് കൂടാതെ എംപ്ലോയീസിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് കമ്പനിയിലുണ്ടായിരിക്കും. സോ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ, ആഡ്വക്കേറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ എംപ്ലോയീസിൻ്റെ കരിയർ പ്ലാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ദ നെക്സ്റ്റ് വൺ, പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം. സോ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, എംപ്ലോയിയുടെ പെർഫോമൻസ് ഫ്രീക്വൻ്റ് ആയിട്ട് അസസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അപ്രൈസൽസ് എന്ന് പറയുന്നത്. സോ ഈ അപ്രൈസലിൻ്റെ റിസൾട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ആ റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഒരു സൂപ്പർവൈസർ എംപ്ലോയിയെക്കുറിച്ച് അസസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സോ അതിൽ നിന്ന് ആ എംപ്ലോയിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് ആ സൂപ്പർവൈസേഴ്സിന് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ആ സൂപ്പർവൈസേഴ്സിൻ്റെ അടുത്തുനിന്ന് ഈ പെർഫോമൻസ് അപ്രൈസലിൻ്റെ റിസൾട്ടിലൂടെ അവർക്ക് അവരുടെ കരിയർ പ്ലാനിങ് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടുന്നു. ദ നെക്സ്റ്റ് വൺ, വർക്ക്ഷോപ്സ് എന്ന് പറയുന്നത് ശില്പശാലകൾ കണ്ടക്ട് ചെയ്തിട്ട് ഓരോ ഓർഗനൈസേഷനും അവർക്ക് അവരുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ പുറത്തോ വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും.
സോ ഈ വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഏജൻസീസ് ആയിരിക്കും ചിലപ്പോൾ ഈ വർക്ക്ഷോപ്പുകൾ നടത്തുക. അപ്പോൾ അതിൽ കുറേ എക്സ്പേർട്സുകൾ വരും, അവരുടെ വക ക്ലാസ്സുകളും ഡെമോൺസ്ട്രേഷൻസും ഒക്കെ ഉണ്ടാവും. സോ അതിൽ നിന്നും അവർക്ക് അവരുടെ നോളജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഓക്കെ, ദ നെക്സ്റ്റ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് പ്ലാൻസ്. പേഴ്സണൽ ഡെവലപ്മെൻറ്റ് പ്ലാൻസ് എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള പ്ലാനുകൾ ഉണ്ടായിരിക്കും, കരിയർ പ്ലാനുകൾ ഉണ്ടായിരിക്കും. സോ എംപ്ലോയീസ് അവരുടെ കരിയർ പ്ലാനുകൾ ഉണ്ടാക്കുകയും അതിനെ പ്രസൻറ്റേഷൻ ചെയ്യാനും ഒക്കെ ഉള്ളൊരു കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനുള്ളൊരു അവസരം ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഓർഗനൈസേഷൻ അവരുടെ പ്ലാനുകൾ കൺസിഡർ ചെയ്തിട്ട് അതിനനുസരിച്ച് എംപ്ലോയീസിനെ മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, ഓരോ എംപ്ലോയിക്കും ഇന്ന ലെവലിലെത്തണം അല്ലെങ്കിൽ ഇന്ന പൊസിഷനിലേക്ക് എത്തണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും, ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. ആ പ്ലാന് അഡ്വക്കേറ്റ് ആയിട്ടുള്ള സമയത്ത് ഈ ഓർഗനൈസേഷന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരുടെ പ്ലാനുകൾ അറിയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓർഗനൈസേഷനിലെ സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ ഹയർ ലെവൽസൊക്കെ എന്ത് ചെയ്യുന്നു, അതിനനുസരിച്ച് മോൾഡ് ചെയ്തെടുക്കുന്നു. ഓക്കെ, സോ ഇതൊക്കെ കരിയർ പ്ലാനിങ്ങിനുള്ള മെത്തേഡ്സ് ആണ്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കരിയർ പ്ലാനിങ്. ദ നെക്സ്റ്റ് വൺ, കരിയർ പ്ലാനിങ് പ്രോസസ്സ്. സോ എന്തൊക്കെയാണ് കരിയർ പ്ലാനിങ് ചെയ്യാൻ, ഏതൊക്കെ മെത്തേഡിലൂടെ കരിയർ പ്ലാനിങ് ചെയ്യാം, എന്തൊക്കെ ആക്ടിവിറ്റീസുകളാണ് നമ്മളതിൽ ചെയ്യുന്നത്? സോ ഇത് നമുക്ക് രണ്ട് പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയാം. ഒന്ന് ഓർഗനൈസേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിലും മറ്റേത് ഇൻഡിവിജ്വൽ പോയിൻ്റ് ഓഫ് വ്യൂവിലും ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ഓർഗനൈസേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അവർ ചെയ്യുന്നത് അസസ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്. ഓക്കെ, എംപ്ലോയീസിനെ അസസ് ചെയ്യുന്നു, ഓരോ എംപ്ലോയീസിനെയും അവർ അസസ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം അനലൈസിങ് കരിയർ ഓപ്ഷൻസ്. അനലൈസിങ് കരിയർ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽസിനെയും പിന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അവരുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ്, അതായത് അവർക്ക് എന്തൊക്കെ കപ്പാസിറ്റി ഉണ്ട്, അവർക്ക് എന്തൊക്കെ ഇനി ചെയ്യാൻ, അഡ്വാൻസ്ഡ് നോളജ് അക്വയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ആ ഓപ്ഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. അതായത് അവരുടെ നോളജ്, സ്കില്ല്, ആപ്റ്റിറ്റ്യൂഡ്, എക്സ്പീരിയൻസ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവർക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്തുന്നു. ദെൻ അതിനുശേഷം ഫീഡ്ബാക്ക് മീറ്റിംഗ് വിത്ത് എംപ്ലോയീസുമായിട്ട് ഇവർ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, ഒരു ഫീഡ്ബാക്ക് മീറ്റിംഗ് നടത്തുന്നു. ഓക്കെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോർമുലേറ്റിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് സ്ട്രാറ്റജീസ്. ഈ കരിയർ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ സ്ട്രാറ്റജീസാണ് വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ മെത്തേഡ്സ് അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നു, ഫോർമുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ മെഷറിംഗ് ആൻഡ് മോണിറ്ററിങ് പ്രോഗ്രസ് ആൻഡ് സക്സസ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യുന്ന ആക്ടിവിറ്റികളുടെ പ്രോഗ്രസ്, സക്സസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മെഷർ ചെയ്യുന്നു, അത് ഫ്രീക്വൻ്റ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സോ ഇങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കരിയർ പ്ലാനിങ് ചെയ്യുക. അവർ കരിയർ പ്ലാനിങ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതേസമയം ഒരു ഇൻഡിവിജ്വലിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അയാളുടെ കരിയർ പ്ലാനിങ് പ്രോസസ്സ്, ഒരു ഇൻഡിവിജ്വലിൻ്റെ കരിയർ പ്ലാനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് 3 സ്റ്റെപ്പാണ്. GET. ഫസ്റ്റ് വൺ, ഗെറ്റ് ടു നോ യുവർ സെൽഫ് ത്രൂ സെൽഫ് അസസ്മെൻറ്റ്. ഒരു ഇൻഡിവിജ്വൽ സ്വയം അയാളെ അസസ് ചെയ്യണം, സെൽഫ് അസസ്മെൻറ്റ് നടത്തുക. ആദ്യം അയാളെ തന്നെ മനസ്സിലാക്കിയിട്ട് അയാൾക്ക് എന്തൊക്കെ കപ്പാസിറ്റി ഉണ്ട്, എന്തൊക്കെ സ്ട്രെങ്ത് ഉണ്ട്, എന്തൊക്കെ വീക്ക്നെസ് ഉണ്ടെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. സോ മൂന്നാമതൊരാൾ മനസ്സിലാക്കുന്നതിനേക്കാളും നല്ലത് സ്വന്തമായിട്ട്, അതായത് തനിക്ക് എത്ര കഴിവുണ്ട് എന്നുള്ളത് ഓരോ ഇൻഡിവിജ്വൽ മനസ്സിലാക്കിയിരിക്കുക. അതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ, എക്സ്പ്ലോർസ് കരിയേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഇനി ഈ ഒരു കഴിവ് വെച്ചിട്ട്, അയാൾക്കുള്ള നോളജ് വെച്ചിട്ട്, അയാളുടെ സ്കില്ല് വെച്ചിട്ട് എന്തൊക്കെ കരിയറുകൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും, ഗ്യാദർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് മനസ്സിലാക്കാം. അതായത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം. ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള ബെസ്റ്റ് വഴി എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ഇൻ്റർവ്യൂ നടത്തുക എന്നുള്ളതാണ്. അതായത് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഇൻ്റർവ്യൂ നടത്തിയിട്ട് ഇന്ന കഴിവുകളുള്ള ആളുകൾക്ക്, അതായത് അവരുടെ കഴിവ് വെച്ചിട്ട് അവർക്ക് എങ്ങനെയൊക്കെയാണ് ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ നടത്തുക. അതിനുശേഷം സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ടേക്ക് ആക്ഷൻ. ആ ഡിസ്കഷൻ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിച്ച കാര്യങ്ങൾ ഏതൊക്കെ ഫീൽഡിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതിന് ആ പ്ലാനിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള ആക്ഷൻ, കരിയർ ആക്ഷൻ എടുക്കുക.
ഓക്കെ. സോ ഇൻഡിവിജ്വൽ കരിയർ പ്ലാനിങ് പ്രോസസ്സിൽ വരുന്ന സ്റ്റെപ്സ് ഇതാണ്. സോ ആദ്യം സെൽഫ് അസസ്മെൻറ്റ് നടത്തുക, അതിനുശേഷം കരിയർ എക്സ്പ്ലോർ ചെയ്യുക, ദെൻ അതിനുശേഷം ആക്ഷനിലേക്ക് മാറുക. ഓക്കെ.